ഹരി ഓം. ഭഗവസ്തുതിയിൽ നാലാമത്തെ സ്തുതി ബ്രഹ്മദേവൻ ഭഗവാന്റെ അവതാരങ്ങൾ വർണ്ണിക്കുന്നു. ബ്രഹ്മോവാച യതോദ്യക്ഷിലോധരണായ ബിഭ്രത് ക്രൗഢിം തം സ്കയജ്ഞമനന്ത അന്തർമഹാർണവ ഉപാഗതമാദിദൈത്യം തം ദംഷ്ട്രയാദ്രിമിവ വജ്രധരോ ദദാര ജാതോരുചേരചനയഃ സുയമാൻ സുയജ്ഞ ആകൂതിസൂനുരമരാനഥ ദക്ഷിണായാം ലോകത്രയസ്യ മഹതീമഹരദ്യദാർത്തിം സ്വയംഭുവേന മനുനാ ഹരിരിത്യനൂക്ത ജജ്ഞേ ച കർദമഗൃഹേ ദ്വിജദേവഹൂത്യാ സ്ത്രീഭിः സമം നവഭിരാത്മഗതിം സ്വമാത്രേ ഊചേയാത്മശമലം ഗുണസംഗഭംഗം അസ്മിൻ വിധൂയ കപിലസ്യ ഗതിം പ്രപേദേ അത്രേരപത്യമഭികാംക്ഷത ആഹതുഷ്ടോ ദത്തോ മയാഹമിതി യത് ഭഗവാൻ സദത്ത യത്പാദപങ്കജപരാഗ പവിത്രദേഹ യോഗർദ്ധിമാപുരുഭൈ യദുഹൈഹയാദ്യ തപ്തം തപോ വിവിധലോകസിസൃക്ഷയാമി ആദോസനാ സ്വതപസഃ ചതുസ്സനോഭൂത് പ്രാകൽപസംപ്ലവ വിനഷ്ടമിഹാത്മതത്വം സമ്യക് ജഗാദമുനയോ യദചക്ഷതാത്മൻ ധർമ്മസ്യ ദക്ഷദുഹിതര്യജനിഷ്ഠമൂർത്തിയാ നാരായണോ നര ഇതി സ്വതപപ്രഭാവ ദൃഷ്ട്വാത്മനോ ഭഗവതോ നിയമാവലോപം ദേവ്യസ്ത്വനംഗപ്രതനാ ഘടിതും നശേകഃ കാമം ദഹന്തി കൃതിനോ നനുരോഷദൃഷ്ട്യാ രോഷം ദഹന്തമുത തേന ദഹന്ത്യസഹ്യം സോയം യദന്തരമലം പ്രവിശൻ ബിഭേതി കാമകഥം नु പുനരസ്യ മനഃശ്രയേത വിദ്ധഃ സപത്ന്യുദിതപത്രിഭിരന്തിരാജ്ഞോ ബാലോऽപി സന്നുപഗതസ്തപസേവനാനി തസ്മാ അദാദ്രുവഗതിം ഗൃണതേ പ്രസന്നോ ധിയാസ്തുവന്തി മുനയോ യദുപര്യധസ്താത് യദ്വേനമുത്പദഗതം ദ്വിജവാക്യവജ്രവിപ്ലുഷ്ടപൗരുഷഭഗം നിരയേ പതന്തം ത്രാത്വാർത്ഥിതോ ജഗതി പുത്രപദം ചലേഭേ ദുഗ്ധാ വസൂനി വസുധാ സകലാനി യേന നാഭേരസാ ഋഷഭ ആസസുദേവി സൂനുർ യോ വൈ ചചാര സമദൃക് ജഡയോഗചര്യാം യത്പാരമഹംസ്യഋഷയഃ പദമാമനന്തി സ്വസ്ഥപ്രശാന്തകരണ പരിമുക്തസംഗ സത്രേ മമാസ ഭഗവാൻ ഹയശീരഷാധോ സാക്ഷാസയജ്ഞപുരുഷസ്തപനീയവർണ്ണ ഛന്ദോമയോ മഖമയോഖിലദേവതാത്മാ വാചോ ബഭൂരസതി ശ്വസതോസ്യ നസ്താ മത്സ്യോ യുഗാന്തസമയേ മനുനോപലബ്ധ ക്ഷോണീമയോ നിഖിലജീവനികായഗേത വിശ്രംസിതാനുരുഭയേ സലിലേ മുഖാന്മേ ആദായ തത്ര വിജഹാരഃ വേദമാർഗാൻ ക്ഷീരോദദൗ അമരദാനവയൂഥപാനാം ഉന്മത്നതാമമൃതലബ്ധയാദിദേവ പൃഷ്ടേന കച്ഛപവപൂർവിദധാരഗോത്രം നിദ്രാക്ഷണോദ്രിപരിവർത്തകഷാണകണ്ടു ത്രൈവിഷ്ടപൂരുഭയഹാസ നൃസിംഹരൂപം കൃത്വാ ഭ്രമദ്ഭൃഗുഡീദംഷ്ട്രകരാളവക്ത്രം ദൈത്യേന്ദ്രമാശു ഗതയാഭിപതന്തമാരാത് ഊരോ നിപാത്യ വിദദാര നഖൈസ്ഫുരന്തം അന്തഃസരസ്യുരുബലേന പദേ ഗൃഹീതോ ഗ്രാഹേണ യൂഥപതിരംബുജഹസ്ത ആർത്ത
आहेदमादिपुरुषाखिललोकनाथ तीर्थश्रवश्रवणमङ्गलनामधेय ശ്രുത്വാ ഹരിസ്തരണാർത്ഥിനമപ്രമേയ ചക്രായുധപതകരാജഭുജാതിരൂഢ ചക്രേണ നക്രവദനം വിനിപാട്യ തസ്മാത് ഹസ്തേ പ്രഗൃഹ്യ ഭഗവാൻ കൃപയോജ്ജഹാര ജ്യായാൻ ഗുണൈരവരജോപ്യതിതേ സുതാനാം ലോകാൻ വിചക്രമൈമാൻ യദധാതിയജ്ഞ ശ്മാം വാമനേന ജഗൃഹേ ത്രിപദച്ഛലേന യാജ്ഞാമൃതേ പഥിചരൻ പ്രഭുവിർന ചാല്യ നാർത്ഥോ ബലേരയമുരുക്രമപാദശൗചം ആപശിഖാധൃതവൃതോ വിബുധാധിപത്യം യോ വൈ പ്രതിശ്രുതമൃതേന ച ചികീർഷദന്യത് ആത്മാനമംഗശിരസാ ഹരയേഭിമേനേ തുഭ്യം ച നാരദവൃശം ഭഗവാൻ വിവൃദ്ധ ഭാവേന സാധു പരിതുഷ്ട ഉവാച യോഗം ജ്ഞാനം ച ഭാഗവതമാത്മസതത്വദീപം യദ്വാസുദേവശരണാവിദുരഞ്ജസൈവ ചക്രം ച ദിക്ഷ്വവിഹതം ദശസുസ്വതേജോ മന്വന്തരേഷു മനുവംശധരോ ബിഭർത്തി ദുഷ്ടേഷു രാജസുദമം വ്യദധാസു കീർത്തിം സത്യേ ത്രിപൃഷ്ടകുശതീം ഹൃദയം ചരിത്രൈ ധന്വന്തരിശ്ച ഭഗവാൻ സ്വയമേവ കീർത്തിർ നാംനാ നൃണാം പുരുരുജാം രുജ ആശുഹന്തി യജ്ഞേ ച ഭാഗമമൃതായുരവാവരുന്ധ ആയുശ്ച വേദമനുശാസ്ത്യവതീര്യ ലോകേ ക്ഷത്രം ക്ഷയായ വിധിനോപവൃതം മഹാത്മാ ബ്രഹ്മദ്രുഗുഞ്ചിതപഥം നരകാർത്തിലിപ്സു ഉദ്ദന്ത്യസൗ അവനികണ്ഠകമുഗ്രവീര്യ സ്ത്രിസപ്തകൃത്വ ഉരുധാരപരശ്വധേന അസ്മത്പ്രസാദസുമുഖക്കലയാ കലേശ ഇക്ഷ്വാകുവംശ അവതീര്യ ഗുരോർനിദേശേ തിഷ്ടൻ വനം സദയിതാനുജാവിവേശ യസ്മിൻ വിരുദ്ധ്യ ദശകന്ധര ആർത്തിമാർച്ഛത് യസ്മാ അദാദുദിരൂഢഭയങ്കവേപോ മാർഗം സപദ്യരിപുരം ഹരവദ്ദിദക്ഷോ ദൂരേ സുഹൃന്മതിതരോഷസുശോണദൃഷ്ട്യാത് ആതപ്യമാനമകരോരഗനക്രചക്ര വക്ഷസ്ഥലസ്പർശരുഗ്ണമഹേന്ദ്രവാഹ ദന്തൈർവിഡംബിതകകുബ്ജുഷൂഢഹാസം സദ്യോ സുഭിസ്സഹ വിനേഷ്യതി ദാരഹർത്തോർ വിസ്ഫൂർജിതൈർധനുഷ ഉച്ചരതോധിസൈന്യേ ഭൂമേ സുരേതരവരൂധവിമർദ്ധിതായ ക്ലേശവ്യയായ കലയാസിതകൃഷ്ണകേശ ജാതകരിഷ്യതി ജനാനുപലക്ഷ്യമാർഗ കർമാണി ചാത്മമഹിമോപനിബദ്ധനാനി തോകേന ജീവഹരണം യദുലൂകികായ സ്ത്രൈമാസികസ്യ ച പദാശകടോപവൃത്ത യദൃംഗതാന്തരഗതേന ദിവി സ്പൃശോർവാ ഉന്മൂലനം ത്വിതരഥാർജുനയോർന ഭാവ്യം യദ്വൈ വ്രജേ വ്രജപശൂൻ വിശതോയപീഥാൻ പാലാസ്ത്വജീവയതനുഗ്രഹദൃഷ്ടിവൃഷ്ട്യാ തശുദ്ധയേതി വിഷവീര്യവിലോലജിഹ്വം ഉച്ചാടയിഷ്യതുരകം വിഹരൻ ഹൃദിന്യാം തത്കർമ്മ ദിവ്യമിവ യന്നിശി നിശ്ചയാനം ദാവാഗ്നിനാശുചിവനേ പരിദഹ്യമാനേ ഉന്യേഷ്യതി വ്രജമതോ വസിതാന്തകാലം നേത്രേ പിധായ സബലോനധിഗമ്യ വീര്യ ഗൃഹ്ണീത യദ്യതുപബന്ധമമുഷ്യമാത ശുൽഭം സുതസ്യ നതു തത്വതമുഷ്യമാതി യജ്രംഭതോസ്യ വദനേ ഭുവനാനി ഗോപി
സംവീക്ഷ്യ ശങ്കിതമനാ പ്രതിബോധിതാസീത്. നന്ദം ച മോക്ഷ്യതി ഭയാദ് വരുണസ്യ പാശാത്. ഗോപാൻ ബിലേഷു പിഹിതാന്മയസൂനുനാ ച. അന്യാപൃതം നിശിശയാനമതിശ്രമേണ. ലോകം വികുണ്ഠമുപനേഷ്യതി ഗോകുലം സ്മ. ഗോപൈർമഖേ പ്രതിഹതേ വ്രജവിപ്ലവായ. ദേവേഭിവർഷതി പശൂൻ കൃപയാരിരക്ഷു. ധർത്തോച്ചിലീന്ദ്രമിവ സപ്തദിനാനി. സപ്തവർഷോ മഹീന്ദ്രമനഘൈകകരേ സലീലം. ക്രീഡൻ വനേ നിശി നിശാകരരശ്മിഗൗര്യാം. രാസോന്മുഖക്കളപദായതമൂർച്ഛിതേന. ഉദ്ദീപിതസ്മരരുജാം വ്രജവൃദ്വധൂനാം. ഹർത്തുർഹരിഷ്യതി ശിരോധനദാനുഗസ്യ. യേ ച പ്രലംബഖരദർദുരകേശ്യരിഷ്ട. മല്ലേഭകംസയവനാകുചപൗണ്ഡ്രകാദ്യ. അന്യേ ച സാല്വകപിബല്വലദന്തവക്ത്ര. സപ്തോക്ഷശംബരവിധൂരധരുഗ്മിമുഖ്യ. യേ വാ മൃധേ സമിതിശാലിനാത്തചാപ. കാംബോജമത്സ്യകുരുകൈകയസൃജ്ജയാധ്യ. യാസ്യന്ത്യദർശനമലംബലപാർത്ഥഭീമ. വ്യാജാഹ്വയേന ഹരിണാ നിലയം തദീയം. കാലേന മീലിതധിയാമവമൃശ്യ നൃണാം. സ്തോകായുഷാം സ്വനിഗമോ ബത ദൂരപാര. ആവിർഹിതസ്ത്വനുയുഗം സഹി സത്യവത്യാം. വേദദ്രുമം വിടപശോ വിഭജിഷ്യതി സ്മ. ദേവദ്വിഷാം നിഗമവത്മനി നിഷ്ഠിതാനാം. പൂർഭിർമയേന വിഹിതാഭിരദൃശ്യതൂർഭി. ലോകാൻ ഘ്നതാം മതിവിമോഹമതിപ്രലോഭം. വേഷം വിധായ ബഹുഭാഷ്യതമൗപധർമ്മ്യം. യർഹ്യാലയേഷ്വപി സദാം ന ഹരേ കഥാസ്യു. പാഖണ്ഡിനോ ദ്വിജജനാ വൃഷളാ നൃദേവാ. സ്വാഹാ സ്വധാ വഷഡിതി സ്മ ഗിരോ ന യത്ര. ശാസ്താ ഭവിഷ്യതി കലേർഭഗവാൻ യുഗാന്തേ. സർഗേ തപോഹർഷയോ നവയേ പ്രജേശ. സ്ഥാനേ ച ധർമ്മമഹമന്വമരാവനീശ. അന്തേ ത്വധർമ്മഹരമന്യുവശാസുരാദ്യ. മായാവിഭൂതയ ഇമാ പുരുശക്തിഭാജ. വിഷ്ണോർന്നു വീര്യഗണനാം കഥമോഹതീഹ. യഃ പാർത്ഥിവാന്യപി കവിർവിമമേ രജാംസി. ചസ്കംബയസ്വരം ഹസാസ്കലതാത്രിപൃഷ്ടം. യസ്മാത്രിസാമ്യസദനാദുരുകമ്പയാനം. നാന്തം വിദാമ്യഹമമീമുനയോഗ്രജാസ്തേ. മായാബലസ്യ പുരുഷസ്യ കുതോ പരേയേ. ഗായൻ ഗുണാൻ ദശശതാനനാദിദേവ. ശേഷോധുനാപി സമവസ്യതി നാസ്യ പാരം. യേഷാം സ ഏവ ഭഗവാൻ ദയേതനന്ത. സർവാത്മനാശ്രിതപദോ യതി നിർവ്യളീകം. തേ ദുസ്തരാമതിതരന്തി ച ദേവമായാം. നൈഷാം മമാഹമിതി ധീശ്വസൃഗാലഭക്ഷ്യേ. വേദാഹമംഗപരമസ്യ ഹി യോഗമായാം. യൂയം ഭവശ്ച ഭഗവാനത ദൈത്യവര്യ. പത്നീ മനോസ്സ ച മനുശ്ച തദാത്മജാശ്ച. പ്രാചീനബർഹുർഭു അംഗൗതദ്രുവശ്ച. ഇക്ഷ്വാകുരൈളമുചുകുന്ദവിദേഹഗാധി. രഘ്വംബരീഷസഗരാഗയനാഹുഷാദ്യ. മാന്ധാത്രളർക്കശതധന്വനുരന്തിദേവ. ദേവവൃതോ ബലിരമൂർത്തരയോ ദിലീപ. സൗഭര്യുതംഗശിബിദേവലപിപ്പലാദ. സാരസ്വതോദ്ധവപരാശരഭൂരിഷേണ. യേന്യേ വിഭീഷണ ഹനൂമധുവേന്ദ്രദത്ത.
പാർത്ഥാഷ്ടിഷേണ വിദുരശ്രുതദേവവര്യ തേ വൈ വിദന്ത്യതിതരന്തി ച ദേവമായ സ്ത്രീശൂദ്രഹൂണശബര അപി പാപജീവ യദ്യദ്ഭുതക്രമപരായണശീലശിക്ഷ തിര്യഞ്ജന അപി കിമു ശ്രുതധാരണായേ ശശ്വത്പ്രശാന്തമഭയം പ്രതിബോധമാത്രം ശുദ്ധം സമം സദസദഃ പരമാത്മതത്വം ശബ്ദോനയത്ര പുരുകാരകവാൻ ക്രിയാർത്ഥോ മായാപരൈരത്യഭിമുഖേ ച വിലജ്ജമാന തദ്വൈ പദം ഭഗവതഃ പരമസ്യ പുംസോ ബ്രഹ്മേതി യദ്വിദുരജസ്രസുഖം വിശോകം സദ്രംനിയമ്യ യതയോയമകർത്തഹേതി ജഹ്യുസ്വരാടിവ നിപാനകനിത്രമിന്ദ്ര സശ്രേയസാമപി വിഭുർഭഗവാൻ യതോസ്യ ഭാവസ്വഭാവവിഹിതസ്യ സദപ്രസിദ്ധി ദേഹേ സ്വധാതുവിഗമേനു വിശീര്യമാണേ വ്യോമേവ തത്ര പുരുഷോ ന വിശീര്യതേജ സോയം തേ വിഹിതസ്താദ ഭഗവാൻ വിശ്വഭാവന സമാസേന ഹരേർനാന്യത് അന്യസ്മാ സദസച്ചയത് ഇദം ഭാഗവതം നാമ യന്മേ ഭഗവതോദിതം സംഗ്രഹോയം വിഭൂതീനാം ത്വമേതത് വിപുലീകുരു യഥാ ഹരോ ഭഗവതി നൃണാം ഭക്തിർഭവിഷ്യതി സർവാത്മന്യഖിലാധാരേ ഇതി സങ്കൽപ്യ വർണ്ണയ മായാം വർണ്ണയതോ മുഷ്യ ഈശ്വരസ്യാനുമോദത ശൃണ്വത ശ്രദ്ധയാ നിത്യം മായയാത്മാനമുഹ്യതി. അടുത്തത് നമുക്ക് ഇതിൻ്റെ സാരാംശം കേൾക്കാം. അവതാര വർണ്ണനയാണ്. അപ്പോൾ രൂപമില്ലാത്ത ഭഗവാൻ അനേകം ശക്തികളെ കൈക്കൊണ്ട് അനേക രൂപം സ്വീകരിച്ചു. ഉദാഹരണമായി ഒരു നടൻ പല ഉപകരണങ്ങൾ ഉപയോഗിച്ച് പല വേഷം കെട്ടി പല കഥാപാത്രങ്ങളായി രംഗത്ത് വന്ന് അഭിനയിക്കും പോലെ ഇവിടെ നടൻ രൂപമില്ലാത്ത ഭഗവാനാണ്. വേഷം കെട്ടാനുള്ള ഉപകരണങ്ങൾ ശക്തികൾ. ഭഗവാൻ വാരാഹി ശക്തി സ്വീകരിച്ച് ഭൂലോകം ഉദ്ധരിക്കുന്നതിനായി വരാഹ അവതാരമെടുത്തു. കടലിൽ മുങ്ങിച്ചെന്ന് ആദിദൈത്യനായ ഹിരണ്യാക്ഷനെ വധിച്ചു. രുചി എന്ന പ്രജാപതിക്ക് ആകൂതി എന്ന ഭാര്യയിൽ സുയജ്ഞൻ ആയി ജനിച്ച് ദക്ഷിണ എന്ന ഭാര്യയിൽ സുയമന്മാർ എന്നുള്ള ദേവന്മാരുണ്ടായി. സുയജ്ഞൻ ദുഃഖത്തെയൊക്കെ തീർത്ത് ഭൂമി കാത്ത് രക്ഷിച്ചപ്പോൾ സ്വയംഭുവ മനു ശ്രീഹരി എന്ന് ചൊല്ലി സ്തുതിച്ചു. കർദമൻ്റെയും ദേവഹൂതിയുടെയും പുത്രനായി ഭഗവാൻ കപിലൻ എന്ന പേരിൽ അവതരിച്ച് അമ്മയ്ക്ക് ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു. അത്രി അനസൂയ പുത്രനായി ദത്താത്രേയനായി അവതരിച്ചു. സനൽകുമാരന്മാരായി പിറന്ന് മുനിമാർക്ക് തത്വോപദേശം നൽകി. ദക്ഷപുത്രിയായ മൂർത്തിയിൽ നരനാരായണന്മാരായി പിറന്ന് തപോവീര്യം കാട്ടി. ഉത്താനപാദപുത്രനായ ധ്രുവൻ്റെ ഭക്തി കണ്ട് ധ്രുവപദം എന്ന പ്രത്യേക ലോകം തീർത്ത് അവന് നൽകി. വേനപുത്രനായി പൃഥു എന്ന നാമം പൂണ്ട് ലോകത്തിൻ്റെ ക്ഷേമത്തിനായി ഭൂമിയിൽ മറഞ്ഞു കിടന്നിരുന്ന ധനവും ഔഷധങ്ങളും കറന്നെടുത്തു. നാഭിപുത്രനായ ഋഷഭനായി അവതരിച്ച് ജിതേന്ദ്രിയനായി സംഘഹീനനായി ജഡചര്യ അനുഷ്ഠിച്ചു. ജഡനെ പോലെ
യോഗനിലയിൽ തന്നെ ഇരുന്നു. കൽപ്പാന്തത്തിൽ മാത്സീശക്തി കൊണ്ട് മത്സ്യമായി വന്ന് വേദഭാഗങ്ങളെല്ലാം സംഗ്രഹിച്ച് പ്രളയത്തിൽ വൈവസ്വത മനുവിനെയും സപ്തർഷികളെയും വഞ്ചിയിൽ കയറ്റി രക്ഷിച്ചു. പാൽക്കടൽ കടയുമ്പോൾ കൗർമീശക്തി കൊണ്ട് കൂർമ്മമായി മന്ദരഗിരിയെ താങ്ങി നിർത്തി. ഭക്തപ്രഹ്ലാദനെ രക്ഷിക്കാനായി നാരസിംഹീ ശക്തി കൊണ്ട് നരസിംഹമായി അവതരിച്ച് ഹിരണ്യകശിപുവിനെ മാറ് പിളർന്നു വധിച്ചു. കാലിൽ ഗ്രാഹം അല്ലെങ്കിൽ മുതല പിടിച്ച് ഉഴന്ന ഗജേന്ദ്രൻ താമരപ്പൂ പറിച്ച് അർപ്പിച്ച് സ്തുതിച്ചപ്പോൾ ഭഗവാൻ ഗരുഡോപരി വന്ന് മുതലയെ വധിച്ച് ഗജേന്ദ്രന് സായുജ്യം നൽകി. ഈ അവതാരത്തെ ഹരി അവതാരമെന്നും പറയുന്നു. അതിഥിയുടെ കനിഷ്ഠപുത്രനായി ജനിച്ച് വാമനനായി 3 അടി മണ്ണ് മാത്രം യാചിച്ച് ബലിയിൽ നിന്ന് ലോകവും അളന്നു. പിന്നെ ധന്വന്തരിയായി അവതരിച്ച് ആയുർവേദം പ്രചരിച്ചു. പരശുരാനായി അവതരിച്ച് ധർമ്മഭ്രംശം വന്ന ക്ഷത്രിയർക്ക് ഉന്മൂലനാശം വരുത്തി. ഇക്ഷ്വാകു വംശത്തിൽ ശ്രീരാമനായി പിറന്ന് രാവണന്റെ ഗർവും ജീവനും അപഹരിച്ചു. വേദവ്യാസനായി ജനിച്ച് വേദങ്ങൾ 4 പകുത്തു. പിന്നെ പുരാണങ്ങളും നിർമ്മിച്ചു. യദുവംശത്തിൽ കൃഷ്ണനായി അവതരിച്ച് അനേകം ദുഷ്ടന്മാരെ മുടിക്കുകയും ലോകത്തിൽ നിറഞ്ഞ അസുരന്മാരെ ഒന്നൊഴിയാതെ ഒടുക്കുകയും ചെയ്തു. കലികാലത്തിൻ്റെ അവസാനത്തിൽ ഭഗവാൻ കൽക്കിയായി അവതരിച്ച് കലിയെ ശാസിക്കും. ആ ദേവൻ്റെ അനന്തശക്തി ബ്രഹ്മാവ്, നാരദൻ, ശിവൻ, സ്വയംഭുവമനു, പ്രഹ്ലാദൻ, മനുനന്ദനന്മാർ, ധ്രുവൻ, പ്രാചീനബർഹിസ്, മറ്റ് പല ഉത്തമന്മാരായ ഭക്തർ മാത്രം അറിയുന്നു. ആ മുകുന്ദന് നേരെ ആരാധിക്കുകയാണെങ്കിൽ ഏവനും ദേവമായയെ കടന്ന് മോക്ഷം നേടാം. ഈ അവതാര കഥകൾക്ക് ഭാഗവതമെന്ന് സജ്ജനങ്ങൾ പേരു പറയുന്നു. ഹരിയുടെ കീർത്തനം കേൾക്കുകയോ കീർത്തിക്കുകയോ ചെയ്യുന്നവൻ്റെ ചിത്തം മായാമോഹങ്ങളിൽ നിന്ന് മോചിക്കുമെന്നുള്ളതിന് സംശയമില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ.